എന്തിനായിട്ടാ അവരെ ശല്യം ചെയ്യുന്നത്? ചുമ്മാ ഒരു രസം. സോറി, എനിക്ക് മുറി മാറിപ്പോയതാ. വേദ ഇപ്പൊ ഇവിടെയാണോ താമസം? ഞാനും സ്വാതിയും കൂടി ഹണിമൂൺ ആഘോഷിക്കാൻ ഇറങ്ങിയതാ. സ്വാതി വിഷ് ചെയ്യുന്നില്ലേ? നമസ്കാരം. മറ്റവളോടെ? മറ്റവളല്ലേ അടുത്ത് നിൽക്കുന്നത്, പർവ്വതം പോലെ. ഞാൻ ഗൗരിയെ കുറിച്ചാ ചോദിച്ചത്. സത്യം പറയാലോ, നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഹണിമൂണാ, വീട്ടിലൊരു പ്രൈവസി ഇല്ല. ഒരു ദിവസത്തെ കാശ് അഡ്വാൻസ് കൊടുത്തുപോയി. അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴേ റൂം വെക്കേറ്റ് ചെയ്തേനെ. ആ പഴയ ലോഡ്ജിൽ നിന്ന് എന്താ മാറിയേ? തോന്നി. അതേതായാലും നന്നായി. അവിടെ പരിസരം അത്ര സുഖം ഉണ്ടായിരുന്നില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? അത് ചോദിക്കാൻ നീ ആരാ? സ്വാതി, ഏട്ടന്റെ ഭാര്യ. ഏട്ടന്റെ ഭാര്യ ഏട്ടന്റെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി. എന്റെ സുഖവിവരങ്ങൾ തിരക്കണ്ട. അതിന് ഇവളൊന്നും പറഞ്ഞില്ലല്ലോ. ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചതിനാണോ ഇത്രയും ദേഷ്യപ്പെടുന്നത്? ഒന്ന് കടന്നു പോകുന്നുണ്ടോ? നമ്മൾ വന്നത് അവർക്ക് ഇഷ്ടായില്ല. കണ്ടാലും മതി. ഹണിമൂൺ ആഘോഷിക്കാൻ വന്നിരിക്കുന്നു. അവരുടെ സമാധാനം ഇതോടെ പോയി. വേണ്ടായിരുന്നു ഏട്ടാ. എന്തിനാ അവരിങ്ങനെ കളിയാക്കുന്നത്? ജീവിതത്തില് നമ്മളെ ഒരുപാട് ഉപദ്രവിച്ചവരല്ലേ അവര്. എങ്ങനെയെങ്കിലും തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനു കൊള്ളാം? വേദയ്ക്കിത് സഹിക്കാൻ പറ്റില്ല. സഹിക്കരുത്. സഹിക്കാൻ വയ്യാതെ അവള് വീട്ടിലേക്ക് തിരിച്ചു പോണം. അതാ എന്റെ ഉദ്ദേശവും. അത് നടക്കുവോ? നോക്കാം. വാ. മനസ്സിലായോ അവരെന്തിനാ ഇങ്ങോട്ട് വന്നെന്ന്? ഹണിമൂണിനൊന്നുമല്ല, നമ്മളെ കാണിക്കണം. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് തോറ്റു തൊപ്പിയിട്ട് ജീവിക്കുമ്പോ അവരടിച്ചു പൊളിച്ച് സന്തോഷിച്ച് ജീവിക്കുകയാണെന്ന് നമ്മളെ കാണിക്കണം.